എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. പരൻ ശില്പിയായി പണിത നഗരമതിൽ, പരൻ ശില്പിയായി പണിത നഗരമതിൽ, പരനോടു കൂടെ വാരാൻ പോയാൽ മതി, പരനോടു കൂടെ വാരാൻ പോയാൽ മതി. എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. ഇവിടെ ഞാൻ വെറും ഒരു പരദേശി പോ, ഇവിടുത്തെ പാർപ്പിടമോ വഴിയമ്പലം. ഇവിടെ ഞാൻ വെറും ഒരു പരദേശി പോ, ഇവിടുത്തെ പാർപ്പിടമോ വഴിയമ്പലം. ഇവിടെ എനിക്കാരും തുണയില്ലെങ്കിലും, ഇവിടെ എനിക്കാരും തുണയില്ലെങ്കിലും, തുണയാകും യേശുവോടു ചേർന്നാൽ മതി, തുണയാകും യേശുവോടു ചേർന്നാൽ മതി. എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി, വീട്ടിലെ മായാസുഖം വിട്ടാൽ മതി. എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. കളങ്കമില്ലാതെ എന്നെ തിരുസന്നിധേ വിളങ്ങുവാൻ യേശു കഷ്ടം സഹിച്ചെനിക്കായി. കളങ്കമില്ലാതെ എന്നെ തിരുസന്നിധേ വിളങ്ങുവാൻ യേശു കഷ്ടം സഹിച്ചെനിക്കായി. തളർന്ന മേഘാൽകരങ്ങൾ തുളച്ചാൽ മാറും, തളർന്ന മേഘാൽകരങ്ങൾ തുളച്ചാൽ മാറും. നിറഞ്ഞ കണ്ണീർ എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് ആവർത്തന പുസ്തകം 32-ാം അധ്യായം അതിൻ്റെ 52-ാം വാക്യത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ ഓർപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. നീ ദേശം കാണും, അതിൽ കടക്കുകയില്ല. വാക്യപ്രകാരമാണ്, നീ ദേശത്തെ നിൻ്റെ മുമ്പിൽ കാണും, എങ്കിലും ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്ന ദേശത്ത് നീ കടക്കുകയില്ല. പുറപ്പാട് പുസ്തകം 3:10 യഹോവ മോശയോട്, ആകയാൽ വരിക, നീ എൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ച് പിടിക്കേണ്ടതിന് ഞാൻ നിന്നെ ഫറവോൻ്റെ അടുക്കൽ അയക്കും. പുറപ്പാട് 32:7 യഹോവ മോശയോട്, നീ ഇറങ്ങിച്ചെന്ന് നീ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നിൻ്റെ ജനം തങ്ങളെ തന്നെ വഷളാക്കിയിരിക്കുന്നു. ഫറവോന് ഞങ്ങൾ അടിമകളല്ല എന്ന് ചെങ്കടൽ കടന്ന സമയം മുതൽ 40 വർഷത്തെ അവരുടെ മരുഭൂമി യാത്രയിൽ ഉണ്ടായ പിറുവിറുപ്പും മത്സരങ്ങളും മൂലമാണ് ദൈവം ജനത്തെ ഉപേക്ഷിച്ചു. എൻ്റെ ജനമായ ഇസ്രായേൽ എന്ന് അഭിസംബോധന ചെയ്ത ദൈവം ഇപ്പോൾ തിരിച്ചു പറയുകയാണ് മോശയോട്, ഇതാ നിൻ്റെ ജനമെന്ന്. ജനത്തിൻ്റെ ദുശാഠ്യ നിമിത്തവും മത്സര നിമിത്തവും ദൈവം അവരോട് കയ്പായി മാറി. എങ്കിലും മോശയുടെ മധ്യസ്ഥ നിമിത്തം അവരോട് ദീർഘക്ഷമ കാണിച്ചു. ഇത്രയും ജനത്തെ നയിച്ചുകൊണ്ട് വന്ന മോശയ്ക്ക് ദൈവത്തോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു. ഞാൻ ഇവരെ എല്ലാം എങ്ങനെ നയിക്കും? ഇവരെയൊക്കെ ഞാൻ ഗർഭം ധരിച്ചുവോ? ഇവരെയൊക്കെ ഞാൻ പ്രസവിച്ചുവോ? സംഖ്യാപുസ്തകം 11:12 പറഞ്ഞിരിക്കുന്നത്, മുല കുടിക്കുന്ന കുഞ്ഞിനെ ഒരു ധാത്രി എടുക്കുന്നത് പോലെ ഞാൻ അവരെ നീ അവരുടെ പിതാക്കന്മാരുടെ സത്യം ചെയ്ത ദേശത്തേക്ക് എൻ്റെ മാറത്ത് എടുത്ത് കൊണ്ടുപോകണമോ എന്ന് എന്നോട് കൽപ്പിപ്പാൻ ഈ ജനത്തെയൊക്കെ ഞാൻ ഗർഭം ധരിച്ചുവോ? ഞാൻ അവരെ പ്രസവിച്ചുവോ? ഏകനായി സർവ്വസഭയും വഹിപ്പാൻ എന്നെ കൊണ്ട് കഴിയുന്നതല്ല, അത് എനിക്ക് അതിഭാരമാകുന്നു.
ഇങ്ങനെ എന്നോട് ചെയ്യുന്ന പക്ഷം എന്നെ കൊന്നുകളയണമേ, എൻ്റെ അരിഷ്ടത ഞാൻ കാണരുതേ. അതിനുശേഷം സംഭവിച്ച ഒരു വിഷയത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് മോശയ്ക്ക് കനാനിൽ പ്രവേശനം നിശ്ചയിച്ചത്. സംഖ്യാപുസ്തകം 20:7 യഹോവ മോശയോട്, നിൻ്റെ വടിയെടുത്ത് നീയും നിൻ്റെ സഹോദരനായ അഹരോനും സഭയെ വിളിച്ചുകൂട്ടി അവർ കാണുക പാറയോട് കൽപ്പിക്കുക, എന്നാൽ അത് വെള്ളം തരും. എന്നാൽ മോശയും അഹരോനും ജനത്തോട്, മത്സരികളെ കേൾപ്പീൻ, ഈ പാറയിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി വെള്ളം പുറപ്പെടുവിക്കാമോ എന്ന് പറഞ്ഞു. മോശ കൈ ഉയർത്തി പാറയെ വടികൊണ്ട് 2 പ്രാവശ്യം അടിച്ചു. വളരെ വെള്ളം പുറപ്പെട്ടു. ജനവും അവരുടെ കന്നുകാലികളും കുടിച്ചു. പിന്നെ യഹോവ മോശയോടും അഹരോനോടും, നിങ്ങൾ കാണുക എന്നെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം എന്നെ വിശ്വസിക്കാതെ ഇരുന്നതുകൊണ്ട് നിങ്ങൾ ഈ സഭയെ ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്ന ദേശത്തെ കൊണ്ടുപോകുകയില്ല. 1 കൊരിന്ത്യർ 10:4 ഒരേ ആത്മീയ ആഹാരം തിന്നു, ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച പാറ ക്രിസ്തു എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ആ പാറ ക്രിസ്തുവായിരുന്നു. ദൈവം കൽപ്പിപ്പാൻ പറഞ്ഞപ്പോൾ അടിച്ചത് ദൈവത്തെ സംശയിച്ചതിന് തുല്യവും യേശുക്രിസ്തുവിനെ രണ്ടാമത് ക്രൂശിക്കുന്ന തുല്യമായിരുന്നു. ആവർത്തന പുസ്തകം 34:4 ദൈവമേ മോശയോട് പറയുന്ന ഭാഗം ഇപ്രകാരമാണ്: അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും ഞാൻ നിൻ്റെ സന്തതിയെ കൊടുക്കുമെന്ന് സത്യം ചെയ്ത ദേശം ഇത് തന്നെ. ഞാനത് നിൻ്റെ കണ്ണിന് കാണിച്ചു തന്നു, എന്നാൽ നീ അവിടേക്ക് കടന്നു പോകുകയില്ല എന്ന് യഹോവ അരുളിച്ചെയ്തു. ഇങ്ങനെ തെക്കേ ദേശവും ഈന്ത നഗരമായ യെരിഹോവിൻ്റെ താഴ്വീതി മുതൽ സോവർ വരെയുള്ള സമഭൂമിയും മോശയെ കാണിച്ചു. അങ്ങനെ മോശയെ കാണിച്ചു കൊടുക്കാൻ മറ്റൊരു സംഗതിയുണ്ട്. ദൈവം നേരത്തെ പറഞ്ഞിരുന്ന പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തേക്ക് ഈ ജനത്തെയും കൂട്ടിക്കൊണ്ടു പോകാൻ പറഞ്ഞു. ഒരുപക്ഷേ ദൈവം അപ്രകാരം മോശയെ ആ ദേശം കാണിക്കാതെയും താൻ മരിക്കുകയും ചെയ്തിരുന്നെങ്കിൽ സാത്താൻ മോശയുടെ ചെവിയിൽ മന്ത്രിക്കുമായിരുന്നു, ദൈവം ഇതെല്ലാം നിന്നോട് കള്ളം പറഞ്ഞതാണെന്ന്. ഒന്നും ഇല്ലാഞ്ഞിട്ട് മോശയുടെ ശരീരത്തിന് വേണ്ടി വാദിച്ചവനാണ് സാത്താൻ. ഇങ്ങനെ ദൈവം ചെയ്തില്ലായിരുന്നെങ്കിൽ സാത്താൻ്റെ ഉപദേശത്തിൻ്റെ പ്രസക്തി തോന്നിപ്പോകാൻ സാധ്യതയുണ്ട്. പ്രിയ ശ്രോതാക്കളെ, ദൈവം മോശയോട് നേരിട്ട് സംസാരിച്ചതാണ്. അത് അഭിമുഖമായും സ്പഷ്ടമായും ദൈവത്താൽ സാക്ഷ്യം പ്രാപിച്ചാൻ എൻ്റെ ദാസനായ മോശയെ പോലെ ഭൂതലത്തിൽ സൗമ്യനായി ആരുള്ളൂ എന്ന് സാക്ഷിച്ചതാണ്. എങ്കിലും ചെറിയ തെറ്റ് എന്ന് നമുക്ക് തോന്നിയാലും ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ വലിയ തെറ്റ് തന്നെയായിരുന്നു മോശയെ കനാൻ നാട്ടിൽ പ്രവേശിപ്പിക്കാതെ ഇരുന്നത്. പിതാവിൻ്റെ നേതൃത്വം വേഷത്തിൽ മക്കൾക്ക് പ്രവേശനം ഇടയാകില്ല, അത് മറ്റൊരു വിഷയമാണ്. പകരം ദൈവം യോശുവയെ തിരഞ്ഞെടുത്തു. പ്രിയരെ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വന്നുകൂടുന്ന പ്രതിസന്ധികളിൽ ദൈവത്തെ വിശ്വസിച്ച് ഓരോ ചുവടും മുന്നോട്ട് വയ്ക്കുവാൻ ദൈവം സംഗതി വരുത്തട്ടെ. അങ്ങനെയെങ്കിൽ വാഗ്ദത്ത കനാലിൽ പ്രവേശിപ്പാൻ ഇടയാകും. ദൈവമായ കർത്താവ് ഏവരെയും അതിനുവേണ്ടി ഒരുക്കിയെടുക്കട്ടെ. തിരുവചന ഭാഗങ്ങൾ തുടർന്നും ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തുടർന്നുള്ള തിരുവചനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.